ബി.ജെ.പി നയിക്കുന്നത് ഇനി ആര്? നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന്. ബി.ജെ.പി പ്രസിഡന്റ് അന്തിമ പട്ടികയിൽ 4 പേർ. ബി.ജെ.പിയുടെ പുതിയ അധ്യക്ഷൻ ആരെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള അന്തിമ പട്ടികയിൽ 4 പേർ മാത്രം. സംസ്ഥാന പ്രസിഡന്റിനെ നിശ്ചയിക്കുന്നത് പൂർണ്ണമായും കേന്ദ്ര ഘടകത്തിന്റെ തീരുമാനമായതിനാൽ ആരാകും എന്നതിൽ സംസ്ഥാന നേതാക്കൾക്കും ഇതുവരെ സൂചനകളൊന്നുമില്ല. നാളെ രാവിലെ നടക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിനു മുമ്പായി കേരളത്തിലെ സംഘടനാ ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി തിരുവനന്തപുരത്തെത്തും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള തന്ത്രങ്ങളാണ് ദേശീയ നേതൃത്വം ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഭൂരിപക്ഷം ഈഴവ OBC വോട്ടുകൾ ആകർഷിക്കുക എന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മലബാറിൽ ഉൾപ്പെടെ നിരവധി ചെങ്കോട്ടകളിൽ കടന്നുകയറി പാർട്ടിയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനായതും ദേശീയ നേതൃത്വം പരിഗണിക്കും. മുൻനിരയിലുള്ള 4 പേരിൽ നിലവിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ശോഭ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, MD രമേശ് എന്നിവരാണ്. ഇതിൽ 2 പേർ ഈഴവ സമുദായത്തെയും ഒരാൾ നായർ സമുദായത്തെയും ഒരാൾ വെള്ളാള സമുദായത്തെയും പ്രതിനിധീകരിക്കുന്നു. അതേസമയം ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് നടക്കും. ഒറ്റ പത്രിക മാത്രമാണ് സമർപ്പിക്കുന്നതെങ്കിലും ഐക്യകണ്ഠേന തീരുമാനമെടുക്കുമെന്നും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിയുടെ വിജയം ഉറപ്പിക്കാൻ സാധിക്കുന്ന ആളായിരിക്കും സംസ്ഥാന അധ്യക്ഷനായി വരികയെന്നും PK കൃഷ്ണദാസ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഒറ്റപ്പേര് മാത്രമാകും ദേശീയ നേതാക്കൾ കോർ കമ്മിറ്റിയിൽ മുന്നോട്ട് വയ്ക്കുക. വൈകിട്ട് 3 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. ഇന്ന് അധ്യക്ഷൻ ആരാകുമെന്ന കാര്യത്തിൽ വ്യക്തത വരുമെങ്കിലും 24-നായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം. കെ സുരേന്ദ്രൻ തുടരുമോ, പുതിയ നേതാവ് വരുമോ എന്നതിലെ ആകാംക്ഷ ഇപ്പോഴും തുടരുകയാണ്. താഴെത്തട്ട് മുതൽ പുനഃസംഘടിപ്പിച്ചാണ് സംസ്ഥാന അധ്യക്ഷനിലേക്ക് പാർട്ടി തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്. ഉച്ചയ്ക്ക് 2 മുതൽ 3 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം.